അങ്ങനെ നമ്മളിതേ തൃശ്ശൂർ ടോള് കട്ട് ചെയ്ത റോഡിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. 9 മണി ആവാനായിട്ടുള്ളൂ. അപ്പോഴത്തേക്കും നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. ഇരുന്നത് ഫ്രണ്ടിലും കൂടെ ആയതുകൊണ്ട് ആ വെയിലൊക്കെ ഡയറക്റ്റ് മുഖത്തേക്കായിരുന്നു അടിക്കുന്നത്. ഇനാമിയ പിന്നെ ഞാൻ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുമായിരുന്നു കേട്ടോ. ഇനാമിക്ക് അത്രയും അടിക്കുന്നുണ്ടായിരുന്നില്ലെങ്കിലും എനിക്കാണ് കിട്ടിയത് മൊത്തം. നമ്മളാണെങ്കിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർ നിർത്താൻ കുറേ നല്ല ഹോട്ടലുകൾ നോക്കി. അങ്ങനെ നോക്കി അവസാനം നമ്മൾ എറണാകുളത്ത് ചെന്നിട്ടായിരുന്നു രാവിലത്തെ ഫുഡ് കഴിച്ചത്. അങ്കമാലിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കുറച്ചധികം നേരം പോസ്റ്റ് ആയി. ആദ്യം ഞാൻ വിചാരിച്ചു ബാക്കിൽ ഇരിക്കാന്ന്. പക്ഷെ ഈ സാധനങ്ങളൊക്കെ ഇരുന്നോണ്ട് തന്നെ ബാക്കിൽ ഇരിക്കുന്നതിലും കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് അവർക്ക് ഫ്രണ്ടിൽ ഇരിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നി. 9 മണി 9:30 ആകുമ്പോഴത്തേക്കാണ് ഇനാമി നേരെ ഒന്ന് എണീക്കുന്നത്. അതിന്റെ ഇടയിൽ ആള് കൂടുതൽ ഉറങ്ങുന്ന ടൈമാണ്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കാര്യമായിട്ടൊന്നും കഴിക്കാൻ വേണ്ടായിരുന്നു. ഞാൻ ഇവളുടെ ഡയപ്പറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്ത് അവളെ ഒന്ന് ഫ്രഷ് ആക്കി കഴിഞ്ഞിട്ട് ഞാനൊരു ഫ്രഷ് ജ്യൂസ് ആയിരുന്നു കേട്ടോ അവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നത്. സമയം കഴിഞ്ഞാല് ഡയപ്പർ ചേഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ ആളൊരു തുള്ളി പോലെ അടങ്ങിയിരിക്കത്തില്ല കേട്ടോ. എറണാകുളത്തൊന്നും നിർത്തേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ അവിടെ കുറച്ചധികം നേരം നമ്മളൊന്ന് പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പമ്പിൽ ചെന്ന് CNG ഒക്കെ അടിച്ച് വാഷ്റൂമിലൊക്കെ പോയി സെറ്റായിട്ട് നമ്മൾ നേരെ വണ്ടി കയറി. ഇവിടെ ഒരാള് ഫീഡ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് പാതി ഉറക്കത്തിലായിട്ട് കിടക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞു എറണാകുളം ഒന്ന് കഴിഞ്ഞ് കിട്ടിയപ്പോൾ ടോള് കഴിഞ്ഞപ്പം കുഴപ്പമില്ലാതെ പോയെങ്കിലും അരൂരായപ്പോഴത്തേക്കും അത്യാവശ്യം നല്ലൊരു ബ്ലോക്ക് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരത്തേക്ക് വണ്ടി അനങ്ങുന്ന തന്നെ ഇല്ലായിരുന്നു. ഇതായിരുന്നു അവസ്ഥ. ആ ടൈമിൽ ഇനാമിയുടെ ഓരോറക്കം കഴിഞ്ഞ് അവൾ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടാ. എനിക്ക് ഏറ്റവും ദേഷ്യമാണ് ഇപ്പം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്ന റോഡ്. കാരണം റോഡ് പണിയൊക്കെ ആയത് കാരണം അത്യാവശ്യം നല്ല പൊടിയും അതുപോലെ തന്നെ കുണ്ടും കുഴിയും ആയിട്ടുള്ള ഒരു റോഡും കൂടിയാണ്. ഇവിടെ ഒരാളാണെങ്കിൽ ഒന്നും അറിയണ്ട, നല്ല ചിരിയും കളിയായിരുന്നു. നമ്മളാണെങ്കിൽ ഒരു ഫ്രഷ് ജ്യൂസ് കുടിക്കാന്നും പറഞ്ഞ് നോക്കി ചേർത്തലായപ്പോഴത്തേക്കും ഇളനീര് കണ്ട് അവിടെ നിർത്തി നല്ല കരിമ്പിൻ ജ്യൂസ് മേടിച്ച് എല്ലാരും കുടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ അവളുമാർ എത്തിയില്ലേന്ന് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എവിടെയും നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ 12 മണീന്റെ ഉള്ളിൽ എത്തേണ്ടതാണ്. പക്ഷെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. ഉമ്മയാണെങ്കിൽ നല്ല ചെമ്മീൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചതും വെറുംചോറും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തലേന്ന് പോയി സ്റ്റുഡിയോയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ടോപ്പ് ഇതായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും വേഗം പോയി ഫുഡ് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്.